ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തെ ചൊല്ലി സർക്കാരും കെ.എസ്.യുവും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത പോര് ഒത്തുതീർപ്പിലേക്ക് വഴിമാറുന്നു. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി ഇന്നോ നാളെയോ നടത്തുന്ന കൂടിക്കാഴ്ചയോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. പരസ്യമായ പോർവിളികൾക്ക് താൽക്കാലിക ശമനം വരുത്തിക്കൊണ്ട് മുഖം കൊടുക്കാതിരുന്നവർ തമ്മിൽ കൈകൊടുക്കുന്ന പുതിയ രാഷ്ട്രീയ നീക്കത്തിനാണ് അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത്. കെ.എസ്.യുവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഹൈക്കമാൻഡിന്റെ ശക്തമായ സമ്മർദ്ദവും നിർദ്ദേശവും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഒരു പരിധി വിട്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കോ സന്ധിപ്പില്ലാത്ത ശത്രുതയിലേക്കോ നീങ്ങുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. വിഷയത്തിൽ ഉചിതമായ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. വിഷയം കൂടുതൽ വഷളാകാതിരിക്കാൻ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ടാണ് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ആരും തന്നെ പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് അദ്ദേഹം കർശനമായി ആവശ്യപ്പെട്ടു. ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മാധ്യമങ്ങളിലൂടെയുള്ള പോര് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ മുൻകരുതൽ. കെ.സി. വേണുഗോപാലിന്റെ അടിയന്തര ഇടപെടലോടെ കെ.പി.സി.സി നേതൃത്വവും പ്രതികരണങ്ങളിൽ ജാഗ്രത പുലർത്തുകയാണ്. കെ.എസ്.യു ഭാരവാഹികളോ മറ്റ് യുവ നേതാക്കളോ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി നടത്തരുതെന്ന് പാർട്ടി തലത്തിൽ കർശന വിലക്കുണ്ട്. ചർച്ചകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ പരാതി നൽകാൻ കെ.എസ്.യു നേതൃത്വം ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറാകാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. കൊച്ചിയിലെ എസ്.എച്ച്. കോളേജിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെ അലോഷ്യസ് സേവ്യർ മുന്നിലെത്തിയിട്ടും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ കടന്നുപോയത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി. ഈ അവഗണനയ്ക്ക് ശേഷമാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുന്നത്. വിവാദമായ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളാണ് കെ.എസ്.യുവും സർക്കാരും തമ്മിലുള്ള കടുത്ത തർക്കങ്ങൾക്ക് ആധാരം. നിയമനങ്ങളിലെ സുതാര്യതയും അർഹതയും ചോദ്യം ചെയ്ത് കെ.എസ്.യു ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വന്നിരുന്നു. ഈ സമരം ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറായത്.